2017 പുറത്തിറങ്ങിയ സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച നടിയാണ് ആൽഫി പഞ്ഞിക്കാരൻ. ചിത്രത്തിൽ ആസിഫ് അലിയുടെ സഹോദരിയായിട്ടാണ് നടി അഭിനയിച്ചത്. എന്നാൽ 2018 പുറത്തിറങ്ങിയ ശിക്കാരി ശംഭു എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിലെ രേവതി എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു ആൽഫി ശ്രദ്ധിക്കപ്പെട്ടത്. ശേഷം വള്ളിക്കുടിലിലെ വെള്ളക്കാരൻ, മാർക്കോണി മത്തായി, ഇളയരാജ, സിഗ്നേച്ചർ, മാളികപ്പുറം തുടങ്ങിയ സിനിമകളിലും നടി അഭിനയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സീരീസിൽ ജാനകിയായും ആൽഫി അഭിനയിച്ചിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ബ്രോഡാഡി സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനെക്കുറിച്ച് പറയുകയാണ് ആൽഫി പഞ്ഞിക്കാരൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. ചിത്രത്തിൽ മീന, കല്യാണി പ്രിയദർശൻ, പൃഥ്വിരാജ്, മോഹൻലാൽ, കനിഹ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. അന്ന് ആ സിനിമയിലെ റോൾ കട്ടായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ ലൊക്കേഷനിൽ നിന്നും ഇറങ്ങുന്നത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. ചിലപ്പോൾ അതൊരു വാശിയാകും. ഒന്നാമത്, നമ്മൾ ആ സിനിമയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ കട്ടായി പോയതാണ്. ഞാൻ ഹൈദരാബാദ് വരെ പോയിട്ട് വെറും വേസ്റ്റ് ആയിരുന്നു. നമുക്ക് തന്നെ അത് തോന്നിപ്പോകും. കാരണം ഓണമൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ഹൈദരാബാദ് വരെ പോയത്. ഓണം പോലും സെലിബ്രേറ്റ് ചെയ്യാതെ ബ്രോഡാഡി എന്നും പറഞ്ഞ് പോവുകയായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ഞാനാണ്. പക്ഷെ ഒന്നും നടന്നില്ല. വെറുതെ ആയിപ്പോയി. ശരിക്കും വിഷമം തോന്നിയ സമയമായിരുന്നു. ഓണം കളഞ്ഞിട്ടാണ് പോയതെന്ന് ഓർക്കണം. കൃത്യം ഓണത്തിൻ്റെ ദിവസമാണ് ഷൂട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അന്ന് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാണ് ഞാൻ കാരവാനിലേക്ക് പോയത്. സിനിമയിൽ സ്പോട്ടിൽ കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിനുശേഷം എനിക്ക് വാശിയായി. വാശിയെന്ന് പറയാനാവില്ല, ഒരു ആഗ്രഹമെന്ന് വേണമെങ്കിൽ പറയാം. വാശിപ്പുറത്തുള്ള ആഗ്രഹമാണ്. അതായത് പൃഥ്വിരാജിൻ്റെ സിനിമയിൽ അഭിനയിക്കണം. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമ വേണമെന്നില്ല. അദ്ദേഹം അഭിനയിക്കുന്ന സിനിമയിൽ കൂടെ അഭിനയിച്ചാൽ മതി എന്നാണ് ആൽഫി പഞ്ഞിക്കാരൻ പറഞ്ഞത്.